പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനും സർവശക്തനുമായ കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും വലിയ സ്നേഹത്തോടെ ഈ പുണ്യദിനങ്ങളിൽ വിശുദ്ധ മോണിക്കായുടെ പ്രത്യേകമായ മധ്യസ്ഥതയിലും വിശുദ്ധ അഗസ്തീനോസിന്റെ ശക്തമായ മധ്യസ്ഥതയിലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാനും അത് പൂർണ്ണമായി ഉണ്ടാകുവാനും ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടി ഞങ്ങൾ രക്ഷിക്കുവാൻ വേണ്ടി വന്ന കർത്താവേ, അങ്ങയുടെ വലിയ കരുണയിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ മക്കളുടെ ഓരോ ജീവിത മേഖലകൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഈ സമയം വലിയ കൂട്ടായ്മയില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, ഒരുമിച്ച് വലിയ കൂട്ടായ്മയിൽ കർത്താവിങ്കലേക്ക് കരങ്ങളുയർത്തി നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അനേക മക്കൾ പങ്കുവച്ചു, മെസ്സേജിലൂടെയും ഫോണിലൂടെയും ഒത്തിരി ഏറെ വാട്സപ്പ് മെസ്സേജുകളിലൂടെ നമ്മുടെ ഒത്തിരി മക്കള് പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ ആ വേദനയില് ദൈവത്തെ വിട്ട് കർത്താവിനോട് പിണങ്ങി കൂദാശ വിട്ട് പള്ളിപ്പോക്ക് നിർത്തി അനേക മക്കൾ ഇന്ന് അകന്നു പോയിട്ടുണ്ട്. നമ്മുടെ മക്കളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോഴെങ്കിലും ഈ മക്കള് സ്ഥിരമായിട്ട് പള്ളി പോകുന്നു. മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മുടെ പല മക്കളും നന്നായിട്ട് പ്രാർത്ഥിച്ചു, പള്ളി പോയി, കൂദാശകൾ സ്വീകരിച്ചു, എന്നിട്ട് അവിടെ പഠന മേഖലയില്, ജോലി മേഖലയില്, മറ്റ് അനുഗ്രഹിക്കപ്പെടേണ്ട മേഖലകളിൽ അനുഗ്രഹിക്കപ്പെടാതെ പരാജയപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾ കർത്താവിൽ നിന്ന് അകന്നു പോകാൻ വലിയൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിന് പദ്ധതിയുണ്ട് കേട്ടോ. എല്ലാ തകർച്ചകളും, അതല്ലേ റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാ നന്മയ്ക്കായി മാറ്റും. എല്ലാ തോൽവിയും, എല്ലാ പരാജയവും, എല്ലാ ഇല്ലായ്മകളും, എല്ലാ ദാരിദ്ര്യങ്ങളും അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാലും ചില കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അത് തന്നെ നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, നമ്മൾ വീണു പോകാൻ അല്ലെങ്കിൽ കർത്താവിനെ വിട്ടകന്നു പോകാൻ ഒത്തിരി സാധ്യതയുണ്ട്. അനേക മക്കൾ പങ്കുവച്ച കാര്യം ചില മക്കൾ പറഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ട് പഠിച്ചു, എന്നാൽ ആ സമയത്ത് ഉഴപ്പി നടന്ന്, കമ്പനി കൂടി നടന്ന്, അങ്ങനെ പഠിക്കാതിരുന്നവർ ജയിച്ചു പോണു. പല പരീക്ഷകളും, പോയിട്ട് IELTS, അങ്ങനെ പല പരീക്ഷകള് പഠിക്കാത്തവർ ജയിക്കുന്നു. കഷ്ടപ്പെട്ട് രാവും പകലും ഉറക്കം വിളിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പള്ളി പോയി വചനം വായിച്ച് ഒക്കെ ചെയ്യുന്ന മക്കൾ തോറ്റുപോകുമ്പോ നമ്മുടെ മക്കള് ആകെപ്പാടെ തകർന്നു പോകും. വിശ്വാസത്തിലും ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോകും.
അതൊരു വശം. പക്ഷെ അതിലും ദൈവിക പദ്ധതിയുണ്ട്. നമുക്കിന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവിന്റെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. അതൊരു വശത്ത്. മറുവശത്ത് പല കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിലേക്ക് അടുക്കാൻ കർത്താവിന്റെ ശക്തമായ ഇടപെടല് നമ്മുടെ മക്കൾക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ മക്കൾ അകന്നു പോയ മക്കൾ തിരിച്ചു വരും. അതുകൊണ്ട് നമുക്ക് ഈശോയോട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ, അപ്പന്റെയും അമ്മയുടെയും അധികാരത്തോടും അവകാശത്തോടും കൂടെ, കർത്താവെ നിന്റെ സ്നേഹം അറിയാൻ, നിന്റെ കരുണ അറിയാൻ, നിന്നെ അനുഭവിക്കാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവെ അങ്ങയുടെ കരബലം ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് പ്രകടമാക്കണമെന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ വന്നത് എന്തിനാ മക്കളെ? ഈശോ പറഞ്ഞത് യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. കാനായിലെ കല്യാണ വിരുന്നില് ആ വെള്ളം വീഞ്ഞാക്കിയപ്പോ 6 കൽഭരണി നിറയെ സമൃദ്ധിയായിട്ട് നിൽക്കുക. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തപ്പോ ബാക്കി വന്ന അപ്പ കഷ്ണങ്ങൾ 12 കുട്ട നിറച്ചു എന്ന് പറഞ്ഞാൽ കർത്താവ് നൽകുന്നത് അല്പാൽപമല്ല, സമൃദ്ധിയായിട്ടാണ്. ആ കാടപ്പക്ഷിയെ ഭക്ഷിച്ചപ്പോ അവർ തിന്ന് വയറ് നിറഞ്ഞ് മൂക്കിൽ നിന്ന് വന്ന് ഓക്കാനിക്കുന്നത് വരെ അങ്ങട് നിറച്ചു കൊടുത്തു കാടപ്പക്ഷി. നമ്മുടെ കർത്താവ് അതാ. ഈ ഭൂമിയും അതിലെ എല്ലാ സമ്പത്തും മഹത്വവും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. ഉൽപ്പത്തി 1:28-29 പറഞ്ഞുണ്ട്, നിങ്ങൾ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവേൻ, ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ ജീവജാലങ്ങളുടെ മേലും എല്ലാ സമ്പത്തിന്റെ മേലും ദൈവ മനുഷ്യനും അധികാരവും അവകാശവും കൊടുത്തു. ദൈവത്തോട് ചേർന്ന് ജീവിച്ചപ്പോഴൊക്കെ ആ അനുഗ്രഹം, ആ സമൃദ്ധി ദൈവമക്കൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടാതെ പോയതിന്റെ വലിയൊരു കാരണം ദൈവത്തെ വിട്ടു, ലോകത്തിന്റെ പിന്നാലെ പോയി ദൈവത്തോട് ചേർന്ന് ജീവിക്കാത്തതിന്റെ അവസ്ഥകളൊക്കെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം, ഇസ്രായേൽ ജനം ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരു സമയത്തും അവർക്കൊന്നിനും കുറവുണ്ടായിട്ടില്ല. അവർക്കെല്ലാം നൽകി. ചരിത്രം നോക്കിക്കോ. ദൈവത്തോട് കൂടെ ജീവിച്ച സമയത്ത് ദൈവം ഇടപെട്ട്, ദൈവം യുദ്ധം ചെയ്ത് എല്ലാം നൽകി ആ ജനത്തെ അവിടുന്ന് സംരക്ഷിച്ചു. ശത്രുക്കളിൽ നിന്ന് മന്ന ഭക്ഷിച്ച് വെള്ളം നൽകി, കാടപ്പക്ഷിയെ നൽകി, മേഘത്തണല്, അഗ്നിസ്തംഭത്തില് തണലേക്ക്, ചൂടേക്ക് ദൈവം അതുപോലെ ആ മക്കളെ മരുഭൂമിയിൽ പോലും അവരെ കരുതി നയിച്ചു. നമ്മുടെ ദൈവം അതാ. പക്ഷെ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ പോയപ്പോഴോ അവിടെ ദുരന്തങ്ങള്, തോൽവികൾ കടന്നു വന്നു. ദൈവത്തോട് ചേർന്ന് ഒത്തിരി മക്കൾ, ദാനിയേൽ ദൈവത്തോട് ചേർന്ന് ദൈവകൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്ത് നിന്നപ്പോ അവനെ എല്ലാത്തിലും, എല്ലാ വിദ്യകളിലും വലിയ കഴിവുള്ളവരും ജ്ഞാനമുള്ളവരും എല്ലാം കൊണ്ടും ദൈവം നിറച്ചനുഗ്രഹിച്ചു. അതിലൊക്കെ അഗ്രഗണ്യരാക്കി മാറ്റി. പിന്നീട് അങ്ങോട്ട് എന്താ പറയാ, അടിമത്തത്തിന്റെ നാട്ടിൽ ദൈവം ദാനിയേലിനെയും ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നെഗോയും ഒക്കെ ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഏത് അഗ്നികുണ്ഡത്തിലും ഏത് പ്രവാസത്തിന്റെ അവസ്ഥയിലും ഇറങ്ങി വന്ന് ഇടപെട്ട് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് നമ്മൾക്ക് പ്രാർത്ഥിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. നീതിമാന്റെ പ്രാർത്ഥന സ്വർഗത്തെ തുളച്ചു കയറുന്നു, മേഘങ്ങളെ തുളച്ചു കയറുന്നു. സ്വർഗത്തിൽ എത്തുന്നതുവരെ നീതിമാന്റെ പ്രാർത്ഥന അത്ര ശക്തമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ പാപങ്ങളെ നമ്മൾ കുമ്പസാരിച്ച് കാണണം. എല്ലാവരും കുമ്പസാരിക്കണം. കുടുംബത്തില് ഒരു അനുരഞ്ജനം വേണം. ഇന്ന് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ കേട്ട പല പ്രാർത്ഥനാ വിഷയത്തിലും ജീവിത പങ്കാളിക്ക് പ്രാർത്ഥനയില്ല, മദ്യപാനം, വിശ്വാസമില്ല, പള്ളിപ്പോക്കില്ല. മിക്കവാറും വിളിക്കുന്നതൊക്കെ അമ്മച്ചിമാരാണ്. ഈ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയില് അമ്മമാരാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് വിളിക്കുന്നത്. ചുരുക്കം ഒരു കുറച്ച് അപ്പന്മാരൊഴിച്ച് ബാക്കി എല്ലാവരും അമ്മമാരാണ്. അവര് മിക്കവാറും പറയുന്ന കാര്യം, കുടുംബത്തില് ഭർത്താവ് അങ്ങനെ വിശ്വാസം ഒരവസ്ഥയിലുണ്ട്. പക്ഷെ ഈ കുടുംബത്തില് നമ്മുടെ കുടുംബം ഒരുമിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം അവിടെ ഇടപെട്ടിരിക്കും. ഇതുമായിട്ട് നമ്മളിപ്പോൾ വലിയൊരു കുടുംബം, അനേകായിരം മക്കള്,
ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാണ്. ഇന്ന് നമ്മൾ നിയോഗം വെച്ചിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ദാവീദിന്റെ ജീവിതത്തില് ദാവീദ് പല കാര്യങ്ങൾക്കും വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ ദൈവം ഇടപെട്ടു. തന്റെ മക്കളുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെട്ട കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ ശക്തമായ ഇടപെടലിനു വേണ്ടി എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മൾ ആരാധനയില് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ ഒത്തിരി നിയോഗങ്ങൾ, വിവാഹം നടക്കാത്ത അവസ്ഥകൾ, വിവാഹം നടന്നിട്ട് മക്കളില്ലാത്ത അവസ്ഥകൾ, ജോലി കിട്ടാത്ത മക്കള്, പരീക്ഷയിൽ തോറ്റുപോയ മക്കള്, വിദേശത്ത് പോയിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്ന മക്കള്, പാർട്ട് ടൈം ജോലി ഇല്ലാത്ത മക്കള്, നമുക്കറിയാം പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ പോയതും ഒക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എവിടെയും നമ്മൾ തീക്കുണ്ടത്തിൽ പോലും ഇറങ്ങി വന്ന് ഇടപെടാൻ കഴിവുള്ള ദൈവം, സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്ന് ആ സിംഹങ്ങളുടെ ഇടയിൽ കിടന്ന് ആ അവസ്ഥയിൽ പോലും ഭക്ഷണം നൽകി സംരക്ഷിക്കാൻ കഴിവുള്ള ദൈവം, ഏത് ജെറിക്കോ കോട്ടയെയും തകർക്കാൻ കഴിവുള്ള ദൈവം, ആ കർത്താവിന്റെ മുമ്പില് കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ന്യായമൊന്നുമില്ല, നീതിയൊന്നുമില്ല, ദൈവത്തിന്റെയാണ്. നമ്മൾ ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പോരായ്മകള്, നമ്മുടെ കുറവുകള് എല്ലാം വിട്ടുവെട്ടിച്ച്, പിന്നെ കുടുംബത്തിൽ ക്ഷമിക്കേണ്ടവർ ക്ഷമിക്കുക, ഭർത്താവിനോട് ക്ഷമിക്കുക, ഭാര്യയോട് ക്ഷമിക്കുക, മക്കളെ ഒരിക്കലും വെറുക്കരുത്. ചില മക്കളെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്, ഈ കൊച്ചൊന്ന് ചത്തുപോയിരുന്നെങ്കിൽ, ഇതൊന്നും മരിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ചില മക്കളോട് നിലവിളിച്ച് കരഞ്ഞ അമ്മമാരും കൂട്ടത്തിലുണ്ട്, അപ്പച്ചന്മാരുണ്ട്. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഏതവസ്ഥയുമായിട്ട്, നമ്മുടെ മക്കളല്ലേ ദൈവത്തിന്റെ ദാനമല്ലേ, ആ മക്കളുടെ ആത്മരക്ഷയല്ലേ വേണ്ടേ. ആ കൊച്ചു മരിച്ചു പോയാൽ നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഏത് ചെളിക്കുണ്ടി കൊടുക്കുന്ന കുഞ്ഞാകട്ടെ, ആ പാപത്തിന്റെ ഏത് കുഴിയിലാകട്ടെ, ചെളിയിലാകട്ടെ, ഏത് പാതാളത്തിലാകട്ടെ, ആ മക്കളെയൊക്കെ നമ്മൾ സ്നേഹിക്കണം, ക്ഷമിക്കണം. അവർ ഏൽപ്പിച്ച വേദനകളുണ്ട്. ചിലപ്പോ തല്ലിയിട്ടുണ്ടാകാം, വാപ്പൊളിച്ച് തെറി വിളിക്കുന്ന മക്കളുണ്ടാകാം, പഴിക്കുന്ന മക്കളുണ്ടാകാം, എന്ത് ചെയ്താൽ നന്ദി കെട്ട മക്കളായിരിക്കാം. ഇതൊക്കെ ശരി. കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ ശക്തി അവരിൽ നിറയപ്പെടട്ടെ. അതിനൊക്കെ കാരണമാകും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവിന്റെ കരബലം പ്രകടമാകാൻ തീഷ്ണമായിട്ടും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ആരാധന പറയുന്ന അല്പസമയ ആരാധനയിൽ നമ്മുടെ മക്കളുടെ പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി പറഞ്ഞില്ലേ, ഒരുമിച്ച് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കണ്ണുനീരോടുകൂടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോ. കർത്താവേ, നീ ഇടപെട്ടേ പറ്റൂ. ആ കാനാൻകാരി സ്ത്രീ കരഞ്ഞു വന്നു. ഈശോ പലവട്ടം അവളെ ഉപേക്ഷിക്കുന്ന പോലെയൊക്കെ കാണിച്ചു. അവസാനം നായ്ക്കൾ പോലും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിരുന്നുണ്ടല്ലോ. അപ്പൊ കർത്താവ്, നിന്റെ വിശ്വാസം വലുതാ. ആ നിമിഷം അവളുടെ കുഞ്ഞ് പിശാചിൽ നിന്ന് മോചനം പ്രാപിച്ചു. നമ്മുടെ മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന് നമ്മെ രക്ഷിക്കാൻ സാധിക്കും. കർത്താവിനെ പറ്റൂ, കർത്താവിന് സാധിക്കും. നമുക്ക് വേണ്ടി ജീവൻ വരെ തന്ന കർത്താവ്, ജീവൻ വരെ മക്കളെ. ആ കർത്താവ് നമ്മയും നമ്മുടെ മക്കളെ രക്ഷിക്കാതിരിക്കോ? വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ, ഹൃദയം തകർന്നവരെ കൈവിടാത്ത കർത്താവ്, നമ്മുടെ മനത്തിന്റെ ഉരുകലും ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും എല്ലാം കാണുന്ന കർത്താവാണ്. നമ്മുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ച കർത്താവാണ്. ഉത്തരം നൽകുന്ന കർത്താവാണ്. ആ കർത്താവിങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയില് നമ്മുടെ മക്കളുടെ പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ കർത്താവിന് ഇടപെടണമെന്നുള്ള വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കളെ, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. സർവാധിപനും സർവശക്തനുമായ കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങ് ഞങ്ങൾക്ക് എല്ലാ കൃപകളും നൽകുവാൻ, ജീവൻ നൽകുവാൻ, അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തുവാൻ, ഞങ്ങളുടെ തടസ്സങ്ങൾ മാറ്റുവാൻ, കെട്ടുകൾ പൊട്ടിച്ച് ബന്ധനങ്ങളെ തകർത്ത് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി വന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവാണല്ലോ. ഞങ്ങളൊന്ന് ചേർന്ന് സ്നേഹത്തോടെ, നന്ദിയോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു, നന്ദി പറയുന്ന കർത്താവേ, കൃപ ചൊരിയുന്ന കർത്താവേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, സൗഖ്യദാതാവേ, വിടുതൽ നൽകുന്ന കർത്താവേ, ജീവൻ നൽകുന്ന കർത്താവേ, തടസ്സങ്ങൾ മാറ്റുന്ന കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്, അങ്ങേക്കൊന്നും അസാധ്യമല്ല. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം നന്ദി, സ്വയം ആരാധന, സ്വയം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവാധിപൻ, സർവശക്തൻ കർത്താവേ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയിൽ മാതാപിതാക്കളായ ഞങ്ങൾ, മാതാപിതാക്കളുടെ അധികാരത്തോടെ, വലിയ ശക്തിയോടെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പ്രത്യേകമായ വിധത്തിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ മക്കളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങ് ചേർത്ത് പിടിക്കണം. അങ്ങയുടെ കരബലം ഞങ്ങളുടെ മക്കള് അനുഭവിക്കത്തക്ക വിധം കർത്താവെ, അങ്ങയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ മക്കളിൽ അങ്ങ് പ്രകടമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങളുടെ ഒത്തിരി മക്കള് അങ്ങയുടെ കൂടെ ആയിരുന്നു, പ്രാർത്ഥിച്ചു, ദേവാലയത്തിൽ പോയി കൂദാശകൾ സ്വീകരിച്ചു. പക്ഷേ കർത്താവെ, അങ്ങയുമായുള്ള ആഴമായ ബന്ധമുണ്ടായോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എങ്കിലും കർത്താവെ, മാനുഷികമായി നോക്കുമ്പോൾ അങ്ങയോട് ചേർന്ന് നിന്നിട്ടുന്ന പോലെ പ്രാർത്ഥനയിലും കൂദാശയിലും വചനത്തിലും മറ്റും ജീവിച്ച മക്കള് പലപ്പോഴും പരീക്ഷയില്, ജോലി മേഖലകളില്, വിവാഹ ജീവിതത്തില് തടസ്സപ്പെട്ട് കഴിയുമ്പോ, വീണു പോകുമ്പോ ഒത്തിരി നിരാശപ്പെട്ട് ഈശോയെ, അങ്ങയിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കള് അകന്നു പോകുന്നുണ്ട്, അകന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും അനേക മക്കള് കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, എല്ലാ ദിവസവും പള്ളിയിൽ പോയി ജപമാല ചൊല്ലി വലിയ പ്രാർത്ഥനയില് അങ്ങയെ വിളിച്ചപേക്ഷിച്ചു. എന്നിട്ടും പല അനുഗ്രഹങ്ങൾ കിട്ടാതെ പോയപ്പോ ഈശോയെ വേദനിച്ച് എന്തിനാ പ്രാർത്ഥിക്കണേന്ന് പോലും ചിന്തിച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിച്ചില്ലേ, എന്താ കിട്ടിയേ? അപ്പം പ്രാർത്ഥിച്ചില്ലേ, എന്താ കിട്ടിയേ? പള്ളി പോയിട്ട് എന്താ കിട്ടിയേ? അങ്ങനെയൊക്കെ പോലും ഈശോയെ ഞങ്ങളുടെ മക്കൾ വെല്ലുവിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ മക്കൾ പാവപ്പെട്ട മക്കളാ. ഈശോയെ, അങ്ങ് ഞങ്ങളെ മക്കളെ അങ്ങയുടെ ഇടപെടൽ കൊണ്ട് അനുഗ്രഹിക്കും. അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മക്കൾ കാണണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ യേശുവെ അങ്ങയിലേക്ക് തിരിയത്തക്ക വിധം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങിടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പഠിക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ മക്കളുടെ പഠന മേഖലകള് കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണം. ഒത്തിരി കഷ്ടപ്പെട്ട് അധ്വാനിച്ചു, നീതിയോടെ അധ്വാനിച്ചു പഠിച്ചു, എന്നിട്ടും പരീക്ഷയിൽ തോറ്റു പോകുമ്പോ എല്ലാ പ്രത്യാശയും എന്തിനാ പ്രാർത്ഥിച്ചിട്ട് കാര്യം എന്നൊക്കെ പോലെ ചിന്തിക്കുന്ന രീതിയിൽ ആ മക്കൾ പറയുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ ആ സമയത്ത് തന്നെ പഠിക്കാത്ത മക്കൾ, പള്ളി പോകാത്ത മക്കള്, പ്രാർത്ഥിക്കാത്ത മക്കള് ജയിക്കുകയും ചെയ്യുമ്പോ ഞങ്ങളുടെ മക്കളുടെ വേദനയും സങ്കടങ്ങളും ഒത്തിരിയേറെ വലുതാണ്. ഈശോയെ, അങ്ങനെയുള്ള ഒത്തിരി മക്കൾ ഞങ്ങൾക്കറിയാം. ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ട അനുഗ്രഹം നൽകി, പരീക്ഷയില് വിജയം നൽകി, പഠനത്തില് ഉന്നതി നൽകി, ഞങ്ങളുടെ മക്കളെ ഉന്നതമായ വിജയത്തിൽ ദാനിയേലിനെ അനുഗ്രഹിച്ച പോലെ, ആ 3 യുവാക്കന്മാരെ അനുഗ്രഹിച്ച പോലെ, ജോസഫിനെ അനുഗ്രഹിച്ച പോലെ, സിലിഹന്മാരെ അഭിഷേകം ചെയ്തതുപോലെ അങ്ങയുടെ മക്കളെ മരുഭൂമിയില് മന്ന വട്ടിച്ച് അവരെ അനുഗ്രഹിച്ചതുപോലെ
ഞങ്ങളുടെ മക്കളെയും ഈ കാലഘട്ടത്തിൽ അനുഗ്രഹിക്കണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെ ഈശോയെ അങ്ങ് ഇടപെട്ട് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കൾ ജയിക്കണം, ഞങ്ങളുടെ മക്കൾ തോൽക്കരുത്. അതുപോലെ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. അങ്ങേക്കൊന്നും അസാധ്യമല്ല ഈശോയെ. ഞങ്ങളുടെ മക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാ ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങയെ ആദ്യം അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണം. അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതുപോലെ ഈശോയെ അങ്ങ് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് അങ്ങയുടെ ചങ്കിലെ മക്കളാക്കി മാറ്റി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങളുടെ മക്കളെ പരീക്ഷയിൽ ജയിപ്പിക്കണം. ഇവിടെ ജോലിയില്ലാത്ത മക്കൾ പരീക്ഷയിൽ ഒത്തിരി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഇന്ന് ജോലി കിട്ടാൻ ജോലിയില്ലാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിദേശത്തേക്ക് പഠിക്കാൻ പോയിട്ട് പാർട്ട് ടൈം ജോലിയില്ല, ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, നാട്ടില് ജപ്തി എടുത്ത് നാട്ടില് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഒത്തിരി വേദനിക്കുന്ന മക്കൾ. കർത്താവ് ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ആരായാതെ പോയ മക്കളാണെങ്കിൽ ഈശോയെ ഞങ്ങളുടെ മക്കളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. ഈശോയെ പാവപ്പെട്ട മക്കള് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർത്ത് പിടിക്കണം. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് അങ്ങയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അങ്ങയിൽ ജീവിക്കാൻ ഇടയാകത്തക്ക വിധം ഇപ്പോൾ അവരായിരിക്കുന്ന അവസ്ഥയില്, പരാജയത്തില്, തടസ്സത്തില് അങ്ങിടപെട്ട് ഞങ്ങളുടെ മക്കളെ വിജയിപ്പിക്കണമേ. ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി കൊടുക്കണമേ. ബിസിനസ് മേഖലകളെ അങ്ങ് തുറക്കണമേ. അടഞ്ഞുപോയ വാതിലുകളെ അങ്ങ് തുറക്കണമേ. ഏശയ്യാ 22:22 ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ കൈവശമുണ്ട്. അവൻ തുറന്നാ പിന്നെ ആർക്കും അടയ്ക്കാനാകത്തില്ല. അവൻ തുറന്നാ പിന്നെ ആർക്കും അടയ്ക്കാനോ അടച്ചാ പിന്നെ ആർക്കും തുറക്കാനോ പറ്റില്ല. ഈശോയെ അങ്ങ് സർവാധിപനും സർവശക്തനുമാണ്. എല്ലാത്തിന്റെയും താക്കോൽ അങ്ങയുടെ കയ്യിലുണ്ട്. അടഞ്ഞുപോയ വാതിലുകളെ അങ്ങ് തുറക്കണമേ. നാശം കടന്നു വരുന്ന തുറന്നു കിടക്കുന്ന വാതിലുകളെ അങ്ങ് അടയ്ക്കണമേ കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടത് അങ്ങ് നൽകണമേ. തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടത് നൽകുന്ന കർത്താവേ, 127 സങ്കീർത്തനം 2-ാം വചനം, തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് അവർക്ക് വേണ്ടത് നൽകും എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ മക്കളെ ആദ്യം അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാക്കി മാറ്റണം. അതിന് സാധിക്കുന്ന വിധം ഞങ്ങളുടെ മക്കൾ അങ്ങയിലേക്ക് ഓടി അണയത്തക്ക വിധം അവർക്ക് വേണ്ടത് നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം കർത്താവേ. അങ്ങയോട് ചേർത്ത് പിടിക്കണം ഈശോയെ. പ്രാർത്ഥിക്കും മക്കളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിൽ അവർ വിജയിക്കട്ടെ. പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, ഉദ്യമങ്ങളില്, അതോടൊപ്പം തന്നെ മറ്റെല്ലാ വ്യാപാരങ്ങളിലും നമ്മുടെ മക്കൾ വിജയിക്കണം. കർത്താവിനോട് കൂടെ നിന്ന് ജയിക്കണം. സ്വയം ഞങ്ങൾ അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. അങ്ങേ വിട്ട് ഞങ്ങളുടെ മക്കൾ ഒന്നിന്റെ പിന്നാലെ നേടണ്ട, ഒന്ന് കിട്ടണ്ട, പോകണ്ട. അങ്ങയോട് കൂടെ അങ്ങയിൽ വിജയിക്കണം. അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കണം. ഇനി ഒത്തിരിയേറെ മക്കൾക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന മക്കളുണ്ട്. സ്വയം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ ഇടപെടല് ആ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വിവാഹ തടസ്സം നേരിടുന്ന മക്കളുടെ തടസ്സങ്ങൾ എടുത്തു മാറ്റി വിവാഹങ്ങൾ നടക്കട്ടെ. വിവാഹം വേണ്ടെന്ന് പറയുന്ന മക്കൾക്ക് ദൈവിക ജ്ഞാനം നൽകി മാതൃത്വമാണ് ഒരു സ്ത്രീയുടെ മഹത്വം എന്നറിഞ്ഞ് കർത്താവേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോയ മക്കൾ കർത്താവെ അങ്ങയിലേക്ക് തിരിച്ചു വരട്ടെ. അങ്ങ് അനുഭവിക്കട്ടെ. ഇവിടെ വന്ന എല്ലാ മേഖലകളിലും തടസ്സപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓരോ മേഖലകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. തെറ്റായ കൂട്ടുകെട്ടുകൾ അതിനൊക്കെ ഞങ്ങളുടെ മക്കളെ വിടിവിക്കണമേ. ദുശീലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. പാപബന്ധനത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ സ്വതന്ത്രരാക്കണമേ. ഈശോയെ അങ്ങയുടെ സ്നേഹം കൊണ്ട്, അങ്ങയുടെ കരുണ കൊണ്ട്, അങ്ങയുടെ ഇടപെടൽ കൊണ്ട് ഞങ്ങളുടെ മക്കളുടെ എല്ലാ കാര്യത്തിലും അങ്ങ് ഇടപെടണം. അതോടൊപ്പം ഞങ്ങൾ ഈശോയെ രോഗികളായ മക്കളെ അങ്ങ് സുഖപ്പെടുത്തണം. മാനസിക രോഗത്തിന് അടിമപ്പെട്ട് ഡിപ്രഷനിൽ വീണുപോയ അനേക മക്കൾ, മറ്റു പല രോഗാവസ്ഥയിൽ വേദനിക്കുന്ന ഞങ്ങളുടെ യുവമക്കളെയും കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. ഓട്ടിസത്തില്, ഒത്തിരിയേറെ വൈകല്യങ്ങളില്, ഒത്തിരിയേറെ മാരക രോഗത്തില്, മാനസിക രോഗത്തിലൊക്കെ അടിമപ്പെട്ടു പോയ എല്ലാ മക്കളുടെയും സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ
അങ്ങയുടെ മക്കൾ അങ്ങയുടെ സൗഖ്യം അറിയട്ടെ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് ചില അടിമത്തങ്ങൾക്ക് വീണുപോയ മക്കള് ആഭിചാര്യത്തിന്റെയോ മന്ത്രവാദത്തിന്റെയോ വശീകരണത്തിന്റെയോ ഹലാലിന്റെയോ ഏതെങ്കിലും പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ശക്തി പ്രകടമാക്കി, അങ്ങയുടെ സ്നേഹത്തിന്റെ നിറവിൽ അങ്ങയുടെ കരബലം പ്രകടമാക്കി ഞങ്ങളുടെ മക്കളെ വിടുവിച്ച് അങ്ങ് മോചിപ്പിച്ച് കൊണ്ടുവരണമേ അങ്ങയിലേക്ക്. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്കറിയാലോ നമ്മുടെ മക്കളുടെ ആവശ്യം. അവിടെ ചില ചോദ്യങ്ങൾ, എന്തിനാ പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. അനേകം മക്കള് ഈശോയെ അങ്ങേ വിട്ടു പോയേക്കാം, പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം, കർത്താവൊന്നുമില്ല, കുർബാനയ്ക്ക് വരയില്ല, കൂദാശയ്ക്ക് വരയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മക്കൾ പോകാനുള്ള വലിയ പൈശാചികതയുണ്ട്. അതുകൊണ്ട് അങ്ങ് ഇടപെടണം കർത്താവേ, അങ്ങ് എഴുന്നേൽക്കണം, അങ്ങ് കരന്നിട്ടണം, അങ്ങ് ശക്തി പ്രകടമാക്കണം. അങ്ങയുടെ കരബലം, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ശക്തി അങ്ങയുടെ മക്കളെല്ലാവരും അറിയണം ഈശോയെ. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. അങ്ങ് എത്ര നല്ല ദൈവം. ആ സ്നേഹത്തിലേക്ക്, ആ കരുണാർദ്ദ ഹൃദയത്തിലേക്ക്, ആ മഹത്വത്തിലേക്ക്, ആ പ്രകാശത്തിലേക്ക്, ആ കരുണയിലേക്ക് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. യഥാർത്ഥമായ സന്തോഷം അങ്ങയിലാണല്ലോ, സ്നേഹം അങ്ങയിലാണല്ലോ, സംതൃപ്തി അങ്ങയിലാണല്ലോ, സൗഹൃദം അങ്ങയിലാണല്ലോ. അതെല്ലാം ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. യോഹന്നാനെ പോലെ അങ്ങയുടെ വക്ഷസിൽ ചാരിക്കിടക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെയും മാറ്റണേ ഈശോയെ. ആ ഒരു സ്നേഹം ധൂർത്തപുത്രന് അപ്പന്റെ ചങ്കിന്റെ സ്നേഹം അനുഭവിക്കാൻ ഇടയാക്കിക്കൊണ്ട് അവന് സുബോധം കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന യേശുവേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. ആത്യന്തികമായിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഏതാ? അങ്ങയിലേക്ക് തിരിച്ചു കൊണ്ടു. അതിനുവേണ്ടി ഞങ്ങളുടെ മക്കൾ അങ്ങയെ അറിയാനിടയാകുന്ന വിധത്തിൽ അങ്ങ് ഇടപെടണം. ജോലിയില്, പഠനത്തില്, ബിസിനസ്സില്, ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും കർത്താവേ എല്ലാത്തിലും അങ്ങ് ഇടപെടണം. അങ്ങയുടെ മഹത്വം, അങ്ങയുടെ സർവാധിപത്യം, അങ്ങയുടെ പരമാധികാരം ഞങ്ങളുടെ മക്കൾ കാണണം, ഞങ്ങളും കാണണം ഈശോയെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ആ അഭിഷേകത്തിന് വേണ്ടി കർത്താവിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. ഇടപെടണമേ കർത്താവേ. അങ്ങയുടെ മക്കളായി ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ഓരോ നിയോഗങ്ങളും ഈ സമയത്ത് കണ്ണീരോടെ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ അമ്മമാരുടെയും അപ്പച്ചന്മാരുടെയും മക്കളുടെയും പ്രാർത്ഥനകൾ കേട്ട് ഈശോയെ അങ്ങ് ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം അങ്ങ് പ്രകടമാക്കണമേ യേശുവേ. മഹത്വം, 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 മഹത്വം. ശക്തി, ശക്തി, ശക്തി പുറപ്പെടട്ടെ, ശക്തി പ്രകടമാകട്ടെ, കരബലം പ്രകടമാകട്ടെ, മഹത്വം പ്രകടമാകട്ടെ. അങ്ങയുടെ ശക്തി അനുഭവിക്കട്ടെ യേശുവേ. നന്ദി. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ ഈ നിമിഷം തന്നെ കർത്താവേ. ഈ നിമിഷം ഇപ്പോൾ തന്നെ അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ മക്കൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. അതെ കർത്താവേ, ഞങ്ങളുടെ മക്കളിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം ഞങ്ങളുടെ മക്കൾ കാണട്ടെ, ഞങ്ങളുടെ മക്കളിൽ വെളിപ്പെടട്ടെ. അങ്ങനെ അങ്ങയിൽ വിശ്വസിച്ച് ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ സ്വന്തമായിട്ട് മാറട്ടെ. വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും, രോഗപീഠകളും, വേദനകളും, അടിമത്തങ്ങളും, ബലഹീനതകളും, ദുശീലങ്ങളും, പഠിക്കാനുള്ള കഴിവുകേടും, തോൽവികളും, പരാജയങ്ങളും, വിവാഹ തടസ്സങ്ങളും, ജോലിയിലെ തടസ്സങ്ങളും, എല്ലാ പരാജയങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഓർത്തുള്ള നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ സമയം ഈശോയുടെ തിരുസ്ഥാനത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇതുപോലെ നമ്മുടെ മക്കളെ പോലെ വേദനിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. ഇപ്പൊ ഈ കൂട്ടായ്മയില് ആയിരക്കണക്കിന് മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടായ്മയില് എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒരേ ഹൃദയത്തോടെ, ഒരേ മനസ്സോടെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാ, ഏക ശരീരത്തിലെ അവയവങ്ങളാ, ഒരേ ആത്മാവിനെ നയിക്കപ്പെടുന്നവരാ, ഒരേ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവരും പാനം ചെയ്യുന്നവരുമാ ആ വലിയ കുടുംബ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം നിശബ്ദമായി പ്രാർത്ഥിച്ച് ആശീർവാദത്തിന് വേണ്ടി നമ്മെ നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഈ ആശീർവാദ സമയത്ത് ശക്തി പ്രവഹിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളിൽ അങ്ങ് പ്രകടമാക്കണമേ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിജയങ്ങളും വലിയ ദൈവിക ശക്തിയിൽ അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദത്തിനായിട്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും സമർപ്പിക്കുന്നു. അങ്ങ് കരമുയർത്തി അങ്ങയുടെ ശക്തി പ്രകടമാക്കി കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാക്കുക എന്ന് പറഞ്ഞ ശക്തി 5 അപ്പം ആശീർവദിച്ചപ്പോ 5000 പേർക്ക് ആ മൾട്ടിപ്ലൈ ചെയ്തതുപോലെ, ആ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഈ സമയം അങ്ങയുടെ കരത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കളും ഞങ്ങളും അനുഭവിക്കത്തക്ക വിധം ശക്തി പുറപ്പെടുവിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, കർത്താവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, ആശീർവദിക്കണമേ, ശക്തി പ്രകടമാക്കണമേ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.